ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യവും യെശയ്യാവിൻ പ്രവാചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യവും യെശയ്യാവ് പ്രവാചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ. ലൂക്കോസ് 12:7. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. യെശയ്യാവ് 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം. ആമേൻ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കേൾപ്പിച്ച വചനം കർത്താവേ, അപ്പോൾ ഞങ്ങളെ ഇത് ബലപ്പെടുത്തുന്ന കർത്താവേ, ഈ വചനത്താൽ തന്നെ കർത്താവ് ധൈര്യപ്പെടുത്തുന്ന കർത്താവേ. ആമേൻ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഭയത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളായിരിക്കുന്ന പ്രതിസന്ധികൾ കർത്താവേ, ആമേൻ. അപ്പാ ഈ വചനങ്ങളിലൂടെ കൂടെ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. വചനങ്ങളിലൂടെ കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അപ്പാ കേൾപ്പിച്ച വചനം നിങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾക്ക് വായിച്ച് കേട്ട വാക്യം ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യവും യെശയ്യാ പ്രവാചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും. അതെ, രണ്ടിനും ഒന്ന് തന്നെ പറയുന്നു, നീ ഭയപ്പെടേണ്ട. അതെ, നമ്മൾ ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് അല്ലെങ്കിൽ ഇന്ന് ഭയപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്നതിനകത്ത് ദൈവം നമ്മെ ഇന്ന് ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അതെ, ആ ഭയത്തിൽ നിന്നും ഇന്ന് നിന്നെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതായത് യെശയ്യാ പ്രവാചന പുസ്തകം ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതെ, നീ ആയിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, നീ ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്റെ ഒപ്പം ഞാനും ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കിരുന്ന് കരയണ്ട, നീ ഒറ്റയ്ക്ക് പേടിക്കണ്ട. നിന്റെ അരികിൽ ഞാനുണ്ട്, നിന്റെ അടുത്ത് ഞാൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒന്നാമതായി പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആയിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഹല്ലേലൂയ പേടിച്ചരണ്ട്, ഞാൻ ഈ ദേശത്ത് എങ്ങനെ ജീവിക്കും, എനിക്ക് ചുറ്റും ഇരിക്കുന്നത് എന്നെ വിഴുങ്ങുവാനായി നിൽക്കുന്ന ശത്രുക്കളുടെ മധ്യേ ആയിരിക്കുന്നു. അവരെന്നെ എപ്പോൾ വിഴുങ്ങും, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വീണു പോകും എന്ന ഭയത്തിൽ പേടിച്ച് അരണ്ടുകൊണ്ട് ആയിരിക്കുന്നു. അതെ, നിങ്ങളെ നോക്കി പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് യഹോവ അരുളപ്പാട് ചെയ്യുന്നു, കർത്താവ് യേശു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, നിന്നെ ഞാൻ ശക്തീകരിക്കും. ഹല്ലേലൂയ. എങ്ങനെ ശക്തീകരിക്കും? നിന്നെ ഞാൻ ശക്തീകരിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 29 മുതൽ 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതെ, ക്ഷീണിച്ച് തളർന്ന് ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരും നോക്കിയും പറയുക, ക്ഷീണിച്ചായിരിക്കുന്ന പ്രിയരെ, നിങ്ങളെ ഞാനിന്ന് ശക്തീകരിക്കും. ബലമില്ലാതായിരിക്കുന്നവരെ, നിങ്ങളുടെ ബലത്തെ ഞാനിന്ന് അത്യന്തം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അതേ, ശക്തീകരിക്കുന്ന ദൈവം വെറുതെ അല്ല, പ്രതിസന്ധിക്ക് മധ്യേ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾക്ക് മധ്യേ ശക്തീകരിച്ച് അതേ ആത്മാവിൻ്റെ ശക്തിയെ പകർന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഞാനും കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ഭയത്തോടെയും ഞെരുക്കത്തോടെയും ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വെറുതെ വിട്ടില്ല. ഹല്ലേലൂയ. എന്നെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. ആയിരുന്ന ഇടങ്ങളിലൊക്കെയും അവരുടെയൊക്കെ മധ്യമൊക്കെയും എന്നെ ശക്തീകരിച്ച ദൈവം, എന്നെ ബലപ്പെടുത്തിയ ദൈവം, ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല. ഹല്ലേലൂയ. ഇന്നിങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും വിചാരിച്ചു, എനിക്കിതുപോലെ എൻ്റെ മുൻപോട്ട് നിൽക്കുവാൻ കഴിയുമോ, ഇനി എങ്ങനെ എനിക്ക് വരുവാൻ കഴിയുമോ, എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമോ. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ വായോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തോട് കൂടെ ഇരുന്നു, എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തി, എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്നലെ കിടക്കുന്നതിന് മുൻപ് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടാണ് കിടന്നത്, എനിക്ക് തീരെ വയ്യ, എഴുന്നേൽക്കാൻ കഴിയുമോ എന്നറിയില്ല, ശരീരമാസകലം ക്ഷീണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ച് ബലം ചോരുന്ന അവസ്ഥ. ഹല്ലേലൂയ. എവിടെ ചെന്നിരുന്നാലും അവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോകുന്നു. മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ എടുത്തു വയ്ക്കും, പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എടുത്തു വെച്ച് വായിച്ചു കൊണ്ടിരിക്കും, കയ്യിലിരിക്കുന്ന ഫോൺ താഴെ പോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലും നോയിക്കൊണ്ടിരിക്കുന്ന സാധനം താഴെ പോകും, ഉറങ്ങിപ്പോകുന്നത് അറിയുന്നില്ല. അതേ ക്ഷീണത്തോടെ ആയിരുന്നു. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ആ ക്ഷീണത്തെ മാറ്റി എന്നെ ബലം പകർന്നവൻ, ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തിയവൻ, ആ ദൈവം ഇന്ന് എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതെ, പുറപ്പാട് പുസ്തകം
23 അധ്യായം അത് 20 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു മോശയെ ശക്തീകരിച്ചത്. ഹല്ലേലൂയ. മോശയെ വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ. ഒരു ജനത്തെ ഭയത്തിൽ ആയിരുന്ന ഹല്ലേലൂയ ഫറവോന്റെ കൈക്കകത്ത് അല്ലെങ്കിൽ ഫറവോന്റെ ആജ്ഞ കേട്ട് അനുസരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ മോശയെ അധികാരപ്പെടുത്തി അയച്ച ദൈവം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചാട്ടെ. ആ മോശ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ വിക്കനാണ്, എനിക്ക് ശക്തിയില്ല, എനിക്കിത് അവർ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്നറിയില്ല, പക്ഷേ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ അയക്കും, ആ ദേശത്തിന് മധ്യേ ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്റെ വായോട് കൂടെയുണ്ട്. ഓ, നിങ്ങളെ നോക്കി പറയുക, ഓ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കുക, നീ പേടിച്ചരേണ്ടതിനകത്ത് നീ ഏത് ദേശത്ത് തന്നെ ആയിരുന്നാലും ആ ദേശത്ത് നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, ആ ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. അടിമപ്പെട്ടകത്തിനകത്ത് കിടന്നത് പോലെ പുറത്തു വരുവാൻ കഴിയാതെ ഭയപ്പെട്ട് ചിലർ ആജ്ഞ അനുസരിച്ച് പേടിച്ചരണ്ട് മരണത്തെ പോലും മുഖാമുഖം കണ്ടു കഴിഞ്ഞവർ. ഹല്ലേലൂയ. അതാണ് പേടി. ഞാൻ ആ ആജ്ഞ ലംഘിച്ചാൽ മരിച്ചു പോകുമോ, ഞാൻ ശിക്ഷാവിധികൾ ഏൽക്കേണ്ടി വരുമോ, ആ ശിക്ഷയെ ഭയന്ന് ആ ആജ്ഞ അനുസരിക്കുകയല്ലാതെ നിവർത്തിയില്ലാതിരുന്ന ഒരു ജനം. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ഒന്നോ രണ്ടോ പേരല്ല, ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ഫറവോന്റെ ആജ്ഞ അനുസരിച്ച് ഹല്ലേലൂയ ആ ഭയത്തോടെ ആയിരുന്നവരുടെ അടുക്കിലേക്ക് മോശയെ കർത്താവ് അയക്കുന്നു. വെറുതെയല്ല, അവന്റെ അധരത്തോട് കൂടെ ഇരുന്നു, അവന്റെ വായോട് കൂടെ ഇരുന്നു, അവനോട് കൽപ്പിച്ചതൊക്കെയും അവൻ ചെയ്തുകൊണ്ടേ ഇരുന്നു. ആരെയൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്നു അതിനൊക്കെ മതിയെ ജയമെടുത്ത് ആ ഭയപ്പെട്ടിരുന്നവരുടെ പേടിച്ചരണ്ടിരുന്നവരാ, ഭയപ്പെട്ടായിരുന്നവരാ. മന്ത്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടു പോയാലോ എന്നെ അവർ ഭസ്മമാക്കി കളയും. അതേ മന്ത്രവാദികളുടെ മുൻപിൽ ജയിച്ച് പുറത്തു വന്നവൻ. ചുമ്മാതെ അല്ലെന്നേ, യേശുവാ കൂടെയുള്ളേ. യേശു കൂടെ ഉണ്ടെങ്കിൽ ആ മന്ത്രവാദി ഒന്നും മുൻപിൽ നിൽക്കത്തില്ല, ആ മന്ത്രതന്ത്രങ്ങളൊന്നും ഒരിടത്ത് മേൽക്കയില്ല. ചുറ്റപ്പെട്ടിരിക്കുന്ന മന്ത്രങ്ങളുടെ മുൻപിലായിരിക്കാം, നിന്റെ കൂടെ ഇരിക്കുന്നത് യേശുവാ. ചുമ്മാതെയല്ലെന്നേ, ഏത് വലിയ കൂടാരത്തിൻ്റെ മകത്തായാലും ഏത് വലിയ ചങ്ങലക്കെട്ടിനുള്ളിലായാലും യേശു നിന്റെ മധ്യേ ഉണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ, നീ എന്തിനാ ഭയപ്പെടുന്നേ? നിന്റെ ഹൃദയത്തെ നീ ധൈര്യപ്പെടുത്തിക്കോ. ഹല്ലേലൂയ. അതെ, അവരെ ധൈര്യപ്പെടുത്തിയെങ്കിൽ, ആ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തി ചെങ്കടലിൽ വിഭജിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ശ്രദ്ധയോടെ കേട്ടോ, യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചില ഹൃദയങ്ങളെ തൊടുക, ഭയപ്പെട്ടായിരിക്കുന്ന ചില ഹൃദയങ്ങളെ യേശു തൊടുക, നിന്നെ നോക്കി പറയുക, ധൈര്യപ്പെട്ടോ, നീ ആയിരിക്കുന്നതിന് മധ്യത്തിന് ധൈര്യപ്പെട്ടോ, നീ വീണു പോകില്ല, നീ കുലുങ്ങി പോകയില്ല. നിന്നെ തളർത്തുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യേ നീ ജയിച്ചു പുറത്തു വരും. നിന്നെ വീഴിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യേ നീ ഭയപ്പെടണ്ട. ഒരു കൊട്ടാരം, ഹല്ലേലൂയ, ഒരു കൂടാരം പോലെ ചുറ്റും നിന്ന് പേടിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. അതിനു മധ്യേ ഇരുന്ന് കരയുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നു, അതിനു മധ്യേ ഇരുന്ന് കരയുന്ന ഒരു സ്ത്രീ. അവരെ നോക്കി പേടിക്കുക, ഞാൻ പുറത്തിറങ്ങിയാൽ ഇവരെന്നെ നശിപ്പിച്ച് കളയും, ഞാൻ പുറത്തോട്ടിറങ്ങിയാൽ ഇവരെന്നെ വിഴുങ്ങിക്കളയും. സ്ത്രീയെ, നിന്നെ നോക്കി പറയുക, നിന്റെ കൂടെ എൻ്റെ യേശുവുണ്ട്, നിന്റെ കൂടെ എൻ്റെ യേശുവുണ്ട്. നീ പേടിക്കുന്നതിന് മധ്യേ, നീ ഭയപ്പെടുന്നതിന് മധ്യേ എൻ്റെ യേശു നിന്നെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഊഴിയവിചാരകന്മാരുടെ കയ്യിൽ അവരുടെ ആജ്ഞ അനുസരിച്ച് അവർ പറയുന്നതും കേട്ട് ആയിരുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിനെ കഴിഞ്ഞുവെങ്കിൽ, പ്രിയജനമേ, നിങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. നിങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആരുടെ കയ്യിൽ അകപ്പെട്ടിരുന്നാലും, ആരുടെ ആജ്ഞ അനുസരിച്ച് നീ ജീവിച്ചിരുന്നാലും,
നീ എൻ്റെ യേശുവിനെയാണ് വിളിക്കുന്നതെങ്കിൽ എൻ്റെ യേശു നിന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എൻ്റെ യേശു നിന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെ, വാക് സാമർഥ്യമില്ലാത്തവൻ, വാക്കിനാൽ ബലമില്ലാത്തവൻ, വിക്കനായവനെ ബലപ്പെടുത്തി അയച്ചുവെങ്കിൽ, ചിലരെ ദേശത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ചിലരുടെ മധ്യ അയക്കുന്നതിന് വേണ്ടി, ചിലരുടെ ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി. മോശയെ ദൈവം കണ്ടതുപോലെ നിന്നെയും ദൈവം കണ്ടിരിക്കുക. മോശയെ കണ്ടതുപോലെയാ. നീ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് പറയുവാൻ പുകഴ്ചയില്ല, ഞാൻ എങ്ങനെ പുറത്തു കൊണ്ടുവരും യേശുവേ, എനിക്കൊരു ശക്തിയുമില്ല, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവർ പുറത്തു വരുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് രക്ഷയുണ്ടാകുമോ, ഞാൻ പ്രാർത്ഥനയിൽ ദേശം വിടുവിക്കപ്പെടുമോ? നിന്നെ നോക്കി പറയുക, യേശു നിന്നോട് കൂടെയുണ്ട്, ആ വായോട് കൂടി നിന്നോട് കൂടെയുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നീ കരഞ്ഞാൽ, നീ സംസാരിച്ചാൽ ആ ദേശം വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ദേശത്തിനകത്തുള്ളവർ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെ, ഫറവോൻ വിട്ടയച്ച ശേഷം, ഹല്ലേലൂയ, അവർക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുത്തതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. രാത്രി വഴി കാണിക്കുന്നതിനും പകൽ വഴി കാണിക്കുന്നതിനും അവരോട് കൂടെ യഹോവ ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയജനമേ, നമ്മോട് കൂടെയും കർത്താവ് വന്നിട്ടുണ്ട്. നമ്മോട് കൂടെയും പ്രതിസന്ധിക്ക് മധ്യേ നമ്മോടൊപ്പം അവൻ കൂടെയുണ്ട്. നമ്മുടെ മധ്യേ അതെ, അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും കൂടെ ഉള്ള യഹോവ എത്ര, ഹല്ലേലൂയ, എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ലാത്തവൻ. അതെ, ഇന്ന് നമ്മൾ ഈ ദേശത്ത് ഇങ്ങനെ ആയിരിക്കും, ഈ ദേശത്ത് ജീവനോടെ ആയിരിക്കുന്നെങ്കിൽ അത് അവന്റെ കൃപ തന്നെയാ. യേശുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാ. പട്ടുപോകാതെ ഉണങ്ങിയ നിലത്ത് കിടന്ന് നിലച്ചു പോകാതെ പുറത്തു കൊണ്ടുവരുന്നവൻ. ഹല്ലേലൂയ. വേണ്ട സമയത്ത് വേണ്ടും പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, വെള്ളത്തെ വീഞ്ഞാക്കിയത്. ഹല്ലേലൂയ. അവിടെ ഒരു ഇല്ലായ്മ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു ഭയം വന്നുകൂടി. ഹല്ലേലൂയ. വീഞ്ഞ് തീർന്നു പോയി. ഒരു കുടുംബം ഒന്നടങ്കം ഭയപ്പെടുക, ഒരു കുടുംബം ഒന്നടക്കം പേടിക്കുക. ഉണ്ടായിരുന്നത് അവസാനിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി വിവാഹങ്ങൾ നടക്കുമോ? ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഞങ്ങൾ മരിക്കണോ, ജീവിക്കണോ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അതെ, ആ ഭയത്തോട് കൂടെ ആയിരുന്ന ജനത്തെ നോക്കി യേശുവിന്റെ അമ്മ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 2:5 പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതെ, യേശു എന്നോട് പറയുക. ഹല്ലേലൂയ. യേശു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി പറയുക, അവൻ നിങ്ങളോട് പറയുക, നീ ധൈര്യപ്പെട്ടോ, നീ ബലപ്പെട്ടോ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. അതെ, ആ ഭയത്തിൽ നിന്നും യേശുവിനെ പുറത്ത് കൊണ്ടുവരുവാൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. അതെ, ആ ഒഴിഞ്ഞു കിടന്ന കൽഭരണികളെ അകത്ത് കൊണ്ടുവന്ന് അതിൽ തുരുത്തിയിലെ വെള്ളം കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. ആ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, ആ അത്ഭുതം ചെയ്തവൻ, ആ അടയാളങ്ങളെ കാണിച്ചവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. പേടിച്ചരണ്ട് ഭയപ്പെട്ട് ഇല്ലായ്മയിലേക്ക് പോയവനെ, ഹല്ലേലൂയ, തുരുത്തിയിലെ വെള്ളം കൊണ്ട് നിറച്ചവൻ, മൂലയ്ക്ക് കൂട്ടിയിരുന്ന കൽഭരണികളാൽ, ഹല്ലേലൂയ, എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതാ. അതിനകത്ത് പോലും കർത്താവ് തൊട്ട് പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെയും എൻ്റെ യേശുവിന് പുറത്ത് കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സംഗീത പുസ്തകം 27:1 ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ദാവീദ് പറയുക, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ കൂടെയുണ്ട്, എനിക്കിനി ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചുറ്റുമുള്ളവനോർത്ത് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ആരെൻ്റെ എതിരെ വന്നാലും, ആരെന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും, ഹല്ലേലൂയ, ആരെനിക്കെതിരായി നിന്നാലും ഞാൻ അവരുടെ മധ്യേ ജയിക്കുക തന്നെ ചെയ്യും.
കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 27 മുതൽ ഇങ്ങനെ പറയുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഫലമായിരിക്കും. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞാട്ടെ, ആരൊക്കെ നിനക്കെതിരായി നിന്നാലും ഞാനിനി ഭയപ്പെടുകയില്ല, ഞാനിനി പേടിച്ചരണ്ട് മാറിയിരിക്കുകയില്ല. യേശു എൻ്റെ പക്ഷത്തുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ സംരക്ഷണമായി കൂടെയുണ്ട്. അതെ, ആ യേശുവിൻ്റെ കൈ കീഴിലായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും. പ്രിയ ജനത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവേ, തകർക്കുവാനും മുടിക്കുവാനും ശത്രുക്കൾ ഒത്തിരിയുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങളെ അങ്ങിൽ തന്നെ ഏൽപ്പിക്കുന്നപ്പ. ഒരു ശത്രുവിനും കീഴ്പ്പെട്ട് പോകാതെ യേശുവേ, ഞാനിന്ന് കരഞ്ഞുകൊണ്ടായിരിക്കുന്ന വിഷയത്തിന് മധ്യേ തോറ്റു പോകാതെ യേശുവേ, എന്നെ തകർക്കുവാൻ വരുന്നവരുടെ മധ്യേ ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അങ്ങൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ വലം കൈപിടിച്ച് എൻ്റെ പുറത്ത് കൊണ്ടുവന്നവൻ, എൻ്റെ വായോട് കൂടെ ഇരിക്കുന്നവൻ, എന്നെ ബലപ്പെടുത്തിയവൻ, എന്നെ ധൈര്യപ്പെടുത്തിയവൻ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കുന്നവൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, എൻ്റെ കൂടെ നടക്കുന്നവൻ, ആ യേശു എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ പ്രിയജനത്തെ ഇടക്കരെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ, അടിയനം തിരികെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ വചനത്താൽ ഞങ്ങളെ തന്നെ പണിയണമേ യേശുവേ. യേശു നാമത്തന്നെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.